ഫോക്സ്. സോ ആസ് യു കൻ സീ എൻ്റെ മുടിയുടെ കോലം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മൾ പഴുപ്പ്, വകച്ചൽ, വകുപ്പ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾ കണ്ടോ? ഇത് വല്ലാണ്ട് വൈഡൻ ആയിട്ടുണ്ട്, NH റോഡ് പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹെയർ സ്റ്റൈലാണ് മിഡിൽ പാർട്ടീഷൻ എന്ന് പറയുന്നത്. അത് എടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത്ര ഫീൽ ഉണ്ടാവില്ല, പക്ഷേ വെൻ വി ടേക്ക് പിക്ചേഴ്സ് അത് ഭയങ്കരമായിട്ട് അകന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മെൻ്റൽ ഹെൽത്തും നമ്മളുടെ ഹെയർ ഹെൽത്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. മാക്സിമം നമ്മളുടെ സ്ട്രെസ്സ് എന്ത് ചെയ്യുക, നമ്മളുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് ആണ്. പിന്നെ ഇന്നറായിട്ട് നമ്മൾ ഫുഡും കൂടി എന്ത് ചെയ്യുക, നന്നായിട്ട് കൺസ്യൂം ചെയ്യുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ട, പാല്, പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ് ആയിട്ടുള്ള പനീർ, തൈര്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങൾ ആ പർച്ചേസിൽ സ്പെഷ്യലി ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, ഞാൻ ഹെയറിന് വേണ്ടിയിട്ടാണ് ഔട്ട് ഓഫ് 2 പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എക്സ്പെക്റ്റേഷൻ വെക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് എല്ലാവരും റിവ്യൂ പറഞ്ഞൊരു സാധനമാണ് ബെയർ അനാട്ടമിയുടെ അഡ്വാൻസ്ഡ് ഗ്രോത്ത് ഹെയർ സിറം. സോ അത് ഡ്രൈ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും വൈറലായിട്ട് ഇത്രയും റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റിന് ജെന്യുവൻ ആണോ അല്ലയോ, ഇതെല്ലാവർക്കും എഫക്റ്റ് ആവുമോ, ഈവൻ എനിക്ക് എഫക്റ്റ് ആവുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഓൺ വോയിസ് ആയതുകൊണ്ട്, ലൈവ് റെക്കോർഡിങ്ങും ഓൺ വോയിസും ആയതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടുള്ള നന്നായിട്ട് വിയർക്കുന്നുണ്ട്. സോ നമുക്ക് താമസിക്കേണ്ട, തുടങ്ങാം. അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറം. ഇത് കുറേ വൈറലായിട്ട് നിങ്ങൾ കുറേ കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് മുടിക്ക് വേണ്ട 7 ഇൻഗ്രീഡിയൻസ് ഒറ്റൊരു ഓൾ ഇൻ വൺ പാക്കായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. സോ റെഡൻസൈൽ ഉണ്ട്, അനാഗൈൻ ഉണ്ട്, ബേക്ക് ആപ്പിൾ ഉണ്ട്, കാപ്പില്ല ലോംഗ ഉണ്ട്, റോസ്മേരി ഉണ്ട്, ആൻഡ് നമ്മുടെ റൈസ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, ബയോട്ടിൻ ഉണ്ട്. Apply a generous amount on dry scalp, focusing on roots and thinning areas. Massage in gently with fingertips. For best results, use daily before bedtime. ബെഡ്ടൈമിന് മുന്നേ യൂസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇപ്പം യൂസ് ചെയ്താലും എഫക്റ്റ് ഉണ്ടാവുമോ. ഞാൻ ഫാൻ ഇട്ടിട്ടോ, കാരണം വേർത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം എനിക്ക് മെയിൻലി ഈ ഏരിയാസ് പിന്നെ സെൻറ്റർ പോർഷൻ, പിന്നെ ഇവിടെ ഈ ഒരു ഏരിയാസിലൊക്കെയാണ് മെയിനായിട്ട് സ്കാൽപ്പ് കാണുന്നത്. പിന്നെ നന്നായിട്ട് ഹെയർ ഫോളും ഉണ്ട്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ അല്ലേ. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുന്നത്. സോ നമുക്ക് ചെയ്യാം. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുക ഈ ഒരു ഏരിയ, ക്രൗൺ ഏരിയ ആണ്. എനിക്ക് ബാക്കിൽ അത്യാവശ്യം മുടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഈ ഒരു ഏരിയ പെർട്ടിക്കുലർലി ഫ്രണ്ട് പോർഷനാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ടേക്ക്. നമ്മളുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറിൻ്റെ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ക്ലിയർ സൊല്യൂഷനാണ്, നിങ്ങൾ കാണുന്നില്ലേ, കളറൊന്നുമില്ല, ക്ലിയർ സൊല്യൂഷനാണ്. ചെറിയൊരു റോസ്മേരിയുടെ സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം ഒരു 3 to 4 drops മോർ ദാൻ ദാറ്റ് എടുത്തിട്ടുണ്ട്. സോ സ്കാൽപ്പിൽ നന്നായിട്ട് തിന്നിങ് ഏരിയയിലെടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ മസാജർ ഉണ്ടെങ്കിൽ, ഹെഡ് മസാജർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മളുടെ സിലിക്കോണിൻ്റെ ഒക്കെ ഹെഡ് മസാജർ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അല്ലാണ്ട് തന്നെ കുറേ അധികം ഹെഡ് മസാജർ ഉണ്ട്. ചീപ്പായിട്ട് സിലിക്കോണിൻ്റെ ഉണ്ട്,
which will give you a better result. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എൻ്റെ പോലെ, അതായത് ഞാൻ പറഞ്ഞില്ലേ ജിമ്മ് കഴിഞ്ഞിട്ട് കുളിക്കുന്ന ലേറ്റ് ആവും, അങ്ങനെ ഒരു റൊട്ടീൻ ഇല്ലാത്തവർ തീർച്ചയായിട്ടും രാത്രി എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് പിന്നെ അത് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ തൊഴിൽ രഹിതയായിട്ട് ഇരിക്കുകയാണ്. സോ ഐ ഹാവ് ഇനഫ് ടൈം ഇൻ ഡേ ടൈം. അല്ലാത്തവർ വർക്കിംഗ് വുമൺസ് ഒക്കെ ആണെങ്കിൽ, വർക്കിംഗ് വുമൺ ഓർ വർക്കിംഗ് മെൻ ആണെങ്കിൽ അവർക്ക് ഈ ഒരു ടൈമിൽ പറ്റില്ല. സോ ഡു ഇറ്റ് വെൻ യു ആർ ഫ്രീ. മസാജ് ചെയ്യുമ്പം തല അപ്സൈഡ് ഡൗൺ ആക്കി ഇട്ടിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ദാറ്റ് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാകും. ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും, കുറച്ചും കൂടി അബ്സോർപ്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് ഡേ 1 ആണ്, ഡേ 1 ഓഫ് അപ്ലൈയിങ് ഹെയർ ഗ്രോത്ത് സിറം. സോ നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിൽ നോക്കാം കേട്ടോ. നമുക്ക് ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കാം. ഓക്കെ, ബൈ.